നമസ്കാരം. ഞാൻ കാവാല ശശികുമാർ. 2-3 ചോദ്യങ്ങളുണ്ട്. മൂവാറ്റുപുഴ ജില്ല നിലവിൽ വരുമോ? അതോ മലപ്പുറം ജില്ല തിരൂർ കേന്ദ്രീകരിച്ച് 2 ആക്കണം എന്ന ആവശ്യം തടസ്സപ്പെടുമോ? അതല്ല ഇനി കേരളം 2ആയി വിഭജിക്കപ്പെടുമോ? അതോ അത് എന്നേക്കുമായി അങ്ങ് അടയുമോ? പല ചോദ്യങ്ങൾ ഉയർത്തുന്ന ചില സവിശേഷ സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ ഉത്തരം ഒന്നേ ഉള്ളൂ, ഒക്കെ കണ്ടറിയണം എന്നാണ്. മൂവാറ്റുപുഴ ജില്ല ഉണ്ടാക്കണമെന്ന ആവശ്യം ഉന്നയിച്ച ആളുകളോട് സംസ്ഥാന മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വളരെ അനുഭാവപൂർവമായ നിലപാടാണ് സ്വീകരിച്ചത്. അദ്ദേഹം പറഞ്ഞു, മൂവാറ്റുപുഴ ജില്ല ഉണ്ടാകുന്നതിന് എനിക്ക് വലിയ താല്പര്യമാണ്, പക്ഷേ എൻ്റെ ജില്ല വിഭജിച്ച് വേണമല്ലോ അത് ഉണ്ടാക്കുന്നത് എന്നുള്ളതിൽ എനിക്ക് ഭയങ്കര വിഷമമാണെന്നാണ് പറഞ്ഞത് എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷേ അദ്ദേഹം ഇക്കാര്യങ്ങൾ പഠിക്കുവാൻ വേണ്ടിയിട്ട് ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷനെ വയ്ക്കുവാൻ വേണ്ടിയിട്ട് തീരുമാനവും എടുക്കും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് കണ്ടറിയണം എങ്ങനെയൊക്കെ അത് നടക്കുന്നുള്ള കാര്യം. അങ്ങനെ വരുന്ന സമയത്ത് മറ്റ് പല പ്രശ്നങ്ങളുണ്ട്. മൂവാറ്റുപുഴ ജില്ലയ്ക്ക് വേണ്ടി മാത്രമല്ല ഉണ്ടാകുന്നത്. മൂവാറ്റുപുഴ ജില്ല വേണമെന്ന് ആവശ്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ആലുവ ജില്ല വേണമെന്ന് ഒരിക്കൽ ഒരാവശ്യം ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ല വിഭജിച്ച് നെയ്യാറ്റിൻകര ജില്ല ഉണ്ടാക്കണം എന്നൊരാവശ്യം ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോടിനെ വിഭജിച്ച് വടകര ജില്ല ഉണ്ടാക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. പാലക്കാടിനെയും മറ്റു ചില ഭാഗങ്ങളും ചേർത്തിട്ട് വള്ളുവനാട് എന്ന് പറഞ്ഞൊരു ജില്ല ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ആവശ്യങ്ങൾക്കൊക്കെ ഏറെ കാലം പഴക്കമുള്ളതാണ്. ഇതൊക്കെ കൂടി നടപ്പിലാകുമോ? അതോ ഇനി കേരളം തന്നെ 2 ആക്കണമെന്ന് ചില ആവശ്യങ്ങൾ ചില ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. മലബാർ വേറെയാക്കണം, കൊച്ചിയും തിരുവിതാംകൂറും ചേർന്നിട്ടുള്ള ഭാഗം വേറെയാക്കണം എന്നുള്ള പല ആവശ്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കൂടി എങ്ങനെ സാധ്യമാകും എന്നുള്ളത് വലിയ ഒരു പ്രശ്നമായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. വികസനത്തിന് വേണ്ടിയിട്ട് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ, വിസ്തീർണത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒക്കെ വേണം ഈ ജില്ലകൾ രൂപീകരിക്കാൻ എന്നാണ് പുതിയ വാദങ്ങൾ പറയുന്നത്. വികസനത്തിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ സംസ്ഥാനങ്ങൾ, ചെറിയ ചെറിയ ജില്ലകൾ എന്നൊക്കെയുള്ള ഒരു സങ്കല്പം മുമ്പ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പല സംസ്ഥാനങ്ങളും വിഭജിച്ചത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിഭജിച്ച തെലങ്കാന പോലും ആന്ധ്രയെ 2ആക്കിക്കൊണ്ട് തെലങ്കാന സംസ്ഥാനം രൂപീകരിക്കുകയുണ്ടായി. അതിനു മുമ്പ് ഉത്തരാഖണ്ഡ് തുടങ്ങിയ ചെറിയ സംസ്ഥാനങ്ങൾ ഉണ്ടാക്കിയ സമയത്ത് പറഞ്ഞിരുന്നു, ഇതോടുകൂടി നമ്മുടെ ജില്ല ചെറിയ ചെറിയ ജില്ലകൾ എന്നുള്ള സങ്കല്പം നമ്മൾ മാറുകയാണ്, അത് വേണ്ട, നമുക്ക് വേണ്ടത് വികസനത്തിന് ഇതെല്ലാം മാർഗം, മറ്റു മാർഗ്ഗങ്ങൾ സ്വീകരിക്കണം എന്നൊക്കെയുള്ള ആവശ്യങ്ങളൊക്കെ അന്ന് ദേശീയ തലത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചയായിരുന്നു. എന്തായാലും അതിനുശേഷമാണ് തെലങ്കാന സംസ്ഥാനം ഉണ്ടായത്. വലിയ പ്രക്ഷോഭങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരുന്നു തെലങ്കാന സംസ്ഥാനം രൂപീകരിക്കപ്പെടുകയും ചെയ്തത്. അതും അവിടെ നിൽക്കട്ടെ. ഇങ്ങനെ തീരുമാനിക്കുമ്പോൾ 2-3 പ്രശ്നങ്ങളുണ്ട്. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ വികസനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഭാഗിക്കുകയാണോ, വിഭജിക്കുകയാണോ, ചെറുതാക്കുകയാണോ വേണ്ടതെന്നുള്ളൊരു ചോദ്യമുണ്ട്. ഭരണപരമായി ഉള്ള സംവിധാനങ്ങൾക്ക് വേണ്ടി എന്നാണ് പറയുന്നത്. പക്ഷേ ഭരണപരമായ സംവിധാനങ്ങൾ കാലം മാറിയിരിക്കുന്നു. പുതിയ ഓഫീസുകൾ ഉണ്ടാകുന്നതല്ല ഭരണപരമായ സാഹചര്യങ്ങൾക്ക്, സംവിധാനങ്ങൾക്ക് അടിസ്ഥാനമായി കണക്കാക്കേണ്ടത്. ഇപ്പോൾ കളക്ട്രേറ്റുകൾ വരുമ്പോഴേക്കും പ്രാദേശിക വികസനം ഉണ്ടാകുന്നു തോന്നുന്നു. കളക്ട്രേറ്റിന് ചുറ്റുമുള്ള സ്ഥലത്തെ വികസനം പോലും നമുക്ക് വളരെ രസകരമായി നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ പറ്റുന്നുണ്ട്. പല സ്ഥലങ്ങളിലും കളക്ട്രേറ്റിൻ്റെ പരിസരം പോയി നോക്കിയാൽ പോലും വികസനത്തിൻ്റെ ആധാരം എന്താണ്, അടിസ്ഥാനം എന്താണ്, മാനദണ്ഡം എന്താണെന്നുള്ളത് പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ രസകരമായ ചില കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ സർക്കാരിൻ്റെ സേവനം ജനങ്ങൾക്ക് ലഭ്യമാക്കുവാൻ വേണ്ടിയിട്ട് ഈ തരത്തിൽ ചെറിയ ചെറിയ ജില്ലകൾ ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന് അഭിപ്രായമുണ്ട്. പക്ഷെ അതൊക്കെ വളരെ പ്രാചീനമായിട്ട് ചില സങ്കല്പങ്ങൾ മാത്രമാണ്. നമ്മൾ അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് സൗകര്യം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട്, ഭരണപരമായ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ചായത്തി രാജ് സംവിധാനം ഉണ്ടാക്കിയത്, ത്രിതല സംവിധാനം ഉണ്ടാക്കിയത്. ഈ ത്രിതല സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയ ശേഷം വികസനത്തിന് വലിയ ഗതിവേഗം ഉണ്ടായെങ്കിൽ ആ ഗതിവേഗം വളരെ നല്ല തരത്തിലുള്ളതാണോ, ശരിയായ മാർഗത്തിലുള്ളതാണോ, ശരിയായ രീതിയിലുള്ളതാണോ ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആധുനികമായ സംവിധാനങ്ങൾ വന്നിരിക്കുന്നു, സാങ്കേതിക സംവിധാനങ്ങൾ വന്നിരിക്കുന്നു. ഇപ്പോൾ ഒരാൾക്ക് ഒരു ഓഫീസിലേക്ക് പോയി പല കാര്യങ്ങളും ചെയ്യുന്നതിന് ആവശ്യമില്ലാതെ, ഓഫീസിൽ പോലും പോകാതെ തന്നെ പല കാര്യങ്ങളും ചെയ്യാനുള്ള സംവിധാനങ്ങൾ നിലവിൽ വന്നിരിക്കുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ കൂടുതൽ ഓഫീസുകൾ ഉണ്ടാകുന്നതാണോ, കൂടുതൽ ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നതാണോ, സംവിധാനങ്ങൾ ഉണ്ടാകുന്നതാണോ ആവശ്യം? അതല്ല, മറിച്ച് വികസനത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് തന്നെ മാറ്റിക്കൊണ്ട് ഒരു പുതിയ രീതിയിലേക്ക് ഇതിനെ കൊണ്ടുപോകേണ്ടതാണോ ആവശ്യം എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും മറ്റൊരു ഭാഗം കൂടി ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട്. ഒരു പുതിയ ജില്ല രൂപീകരിക്കുമ്പോൾ ജില്ല രൂപീകരിച്ചു എന്നങ്ങ് തീരുമാനിച്ചെടുത്താൽ മാത്രം പോരല്ലോ. അതിന് വേണ്ടതായ സാഹചര്യങ്ങൾ, സാങ്കേതിക സംവിധാനങ്ങൾ മുതൽ ഉണ്ടാക്കേണ്ടതുണ്ട്. അടിസ്ഥാനപരമായിട്ട് അതിൻ്റെ പ്രാഥമികമായി എന്തായാലും വേണ്ടി വരുന്നത് കണക്കാക്കുമ്പോൾ ഒരു 200 കോടി മുതൽ 500 കോടി രൂപ വരെ ചിലപ്പോൾ ഒരു ആവശ്യം വന്നേക്കാം എന്നാണ് ഒന്ന് കണക്കാക്കുന്നത്. രണ്ടാമത്, ഒരു മാസം
ഈ സംവിധാനങ്ങൾ ഓടിച്ചുകൊണ്ട് പോകണമെങ്കിൽ വേണമെങ്കിൽ 10 മുതൽ 20 വരെ കോടി രൂപ ആവശ്യമുണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ വേണം, സംവിധാനം ഉണ്ടാക്കണം. അല്ല, അതൊക്കെ ആവശ്യമാണ്, അതൊക്കെ പക്ഷേ തൊഴിൽ കൂട്ടുവാൻ വേണ്ടി നല്ലതാണ് എന്ന് പറയുന്നെങ്കിലും അതൊക്കെ ആവശ്യമുള്ളതാണോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായി കാണുന്നത് ജനസംഖ്യ അടിസ്ഥാനത്തിൽ, വിസ്തീർണത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ വേണം ഈ ജില്ലകളും സംസ്ഥാനങ്ങളും രൂപീകരിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഉദാഹരണത്തിന് നമ്മളിപ്പം നേരത്തെ പറഞ്ഞതുപോലെ അവസാനം രൂപീകരിച്ച നമ്മുടെ തെലങ്കാന സംസ്ഥാനം, ആ തെലങ്കാന സംസ്ഥാനത്തിൻ്റെ വിസ്തീർണം എത്രയാണെന്നറിയോ? 1,12,072 ചതുരശ്ര കിലോമീറ്ററാണ്. അവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് 3.50 കോടി, എന്നാൽ 3.5 കോടി. ഇനി ജാർഖണ്ഡ് എന്ന് പറഞ്ഞ മറ്റൊരു ചെറിയ സംസ്ഥാനം, ആ ചെറിയ സംസ്ഥാനത്തിൻ്റെ വിസ്തീർണം 79,714 ചതുരശ്ര കിലോമീറ്ററാണ്. അവിടുത്തെ ജനസംഖ്യ 3.29 ആണ്, 9 കോടിയാണ്. ഇനി കേരളം 38,863 ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിൻ്റെ വലിപ്പം. അവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് 3.34 എന്ന് പറഞ്ഞാൽ 3.5 എടുക്കാൻ പോകുന്നു. അതാണ് നമ്മുടെ ജനസംഖ്യാ കണക്കനുസരിച്ചിട്ട്. ഗോവ എന്ന് പറയുന്ന ചെറിയ സംസ്ഥാനം 3,702 ചതുരശ്ര കിലോമീറ്ററേ ഉള്ളൂ, 14.5 ലക്ഷമാണ് അവിടുത്തെ ജനസംഖ്യ. അപ്പോൾ ജനസംഖ്യ കൂടുന്നതനുസരിച്ചിട്ട് സംസ്ഥാനത്തിൻ്റെ വലിപ്പം വലുതാവുന്നില്ലല്ലോ, കൂടുന്നില്ലല്ലോ. സംസ്ഥാനം വലുതാകുന്നില്ല, ജില്ലകൾ വലുതാകുന്നില്ല. അപ്പോൾ ജില്ലകൾ ചെറുതാക്കി കൊണ്ടുപോകുമ്പോൾ അവിടെ വീണ്ടും ജനസംഖ്യ വർദ്ധിക്കുന്നു എന്നുള്ളൊരു അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പരിഷ്കാരം വരുത്തേണ്ടത്, അല്ലെങ്കിൽ നിയന്ത്രണം വരുത്തേണ്ടത്, അല്ലെങ്കിൽ പുനരാലോചന നടത്തേണ്ടത് ഏത് കാര്യത്തിലാണ് എന്നുള്ളത് നമുക്കൊരു അതിനുവേണ്ടി ഒരു പുനഃചിന്ത ഉണ്ടാവേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നു. ഇനി 1969 ജൂൺ 16 മലപ്പുറം ജില്ല രൂപീകരിച്ചു. മലപ്പുറം ജില്ലയിൽ രൂപീകരിച്ച സാഹചര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ, EMS നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് മലപ്പുറം ജില്ലാ രൂപീകരണം ഉണ്ടായത്. അങ്ങനെ മലപ്പുറം ജില്ലാ രൂപീകരണം ഉണ്ടായത് ഈ പറഞ്ഞ അടിസ്ഥാനത്തിലോ വികസനത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഒന്നും ആയിരുന്നില്ല. അന്ന് രാഷ്ട്രീയമായ ഒരു ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു മലപ്പുറം ജില്ലാ രൂപീകരണം എന്നുള്ള വാഗ്ദാനം നൽകിയതും അത് നടപ്പിലാക്കിയതും. അതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങളുണ്ടായി, ദേശീയ തലത്തിലുള്ള പ്രക്ഷോഭങ്ങളുണ്ടായി. സംസ്ഥാനത്തെ മുഴുവൻ മാധ്യമങ്ങളും, സുപ്രധാന മാധ്യമങ്ങളെല്ലാം അതിനെതിരായിരുന്നു, സുപ്രധാന പാർട്ടികളും എതിരായിരുന്നു, നേതാക്കന്മാരും എതിരായിരുന്നു. പക്ഷേ എങ്കിലും മലപ്പുറം വിഭജനം ഉണ്ടായി. അപ്പോൾ മലപ്പുറം വിഭജനം ഉണ്ടായ സമയത്ത് കരുതിയിരുന്നത് അതായിരിക്കും ഒരുപക്ഷെ അവസാനത്തെ ജില്ലാ വിഭജനം എന്നായിരുന്നു. പക്ഷേ അതിനുശേഷം നമുക്ക് ജില്ലകൾ ഉണ്ടായി എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ ആ വിഭജനം എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് മറ്റൊരു ചോദ്യമായി നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ അതുപോലെയുള്ള അടിസ്ഥാനത്തിലാണ് ഈ വിഭജനങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ ആവശ്യങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ ഇനിയും ഉണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് മുസ്ലിം ലീഗിൻ്റെ നേതാവ് PMA സലാം, അദ്ദേഹം അതിന് മുതിർന്ന നേതാവാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എല്ലാ ജില്ലകളും വിഭജിക്കേണ്ട ആവശ്യം ഉണ്ടായിരിക്കുന്നതാണ്. ജനസംഖ്യാടിസ്ഥാനത്തിൽ എല്ലാ ജില്ലകളും വിഭജിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ പുതിയ ആവശ്യം. അന്ന് മലപ്പുറം ജില്ല രൂപീകരിച്ച സമയത്ത് കേളപ്പനെ പോലെയുള്ള ആൾക്കാർ കോഴിക്കോടും പാലക്കാടും ചേർത്തിട്ടാണ് വിഭജിച്ചിട്ടാണ് മലപ്പുറം ജില്ല ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതുപോലെ ഇപ്പോൾ ഇടുക്കി വിഭജിക്കുന്നു, എറണാകുളം വിഭജിക്കുന്നു, അങ്ങനെയൊക്കെ വിഭജിച്ചിട്ട് വേണം പുതിയ ജില്ലകൾ രൂപീകരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആയിക്കോട്ടെ, ശരിയായിക്കോട്ടെ. ചിലപ്പോൾ ഒരുപക്ഷെ അതൊക്കെ വികസനത്തിന് വേണ്ടി നല്ലതാണെങ്കിൽ, നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ എന്തും നല്ലതാണല്ലോ, അത് സംഭവിച്ചുകൊള്ളട്ടെ. പക്ഷേ അതിൻ്റെയൊക്കെ അടിസ്ഥാന കാര്യം എന്താണ്, അടിസ്ഥാന ലക്ഷ്യം എന്താണെന്നുള്ള കാര്യത്തിലേക്ക് പോകുമ്പോഴാണ് അപകടം മനസ്സിലാകുന്നത്. ഇപ്പോൾ റെയിൽവേ ഡിവിഷൻ, ഇപ്പോൾ പാലക്കാട് എന്ന് പറയുന്ന റെയിൽവേയുടെ ഒരു ഡിവിഷൻ ഉണ്ടായിരുന്നതിനെ അതിനെ സേലം എന്ന് പറഞ്ഞൊരു ഡിവിഷൻ ആക്കിയ സമയത്ത് നമുക്ക് വലിയ പ്രതിഷേധമൊന്നും ഉണ്ടായില്ല. ഉണ്ടായ പ്രതിഷേധങ്ങൾക്കൊക്കെ ന്യായീകരണം അതുണ്ടായിരുന്നു. നമുക്ക് വലിയ നേട്ടം ഉണ്ടാകും, മെച്ചം ഉണ്ടാകും, പകരം കോച്ച് ഫാക്ടറി വരും, ഇത് വരും എന്നൊക്കെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ഇപ്പോൾ പാലക്കാട് ഡിവിഷൻ്റെ ഒരു ഭാഗത്തിനെ ഇപ്പം ഇതിലേക്ക് നമ്മുടെ ദക്ഷിണ റെയിൽവേയിൽ നിന്ന് മാറ്റിയിട്ട് തെക്ക് പടിഞ്ഞാറൻ റെയിൽവേയുടെ ഭാഗമാക്കുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അത് പറയുന്നത് അതോടുകൂടി കേരളത്തിൻ്റെ മുഴുവൻ റവന്യൂ ഇല്ലാതാവുന്നു, കേരളത്തിന് വലിയ നേട്ടങ്ങൾ നഷ്ടപ്പെടാൻ പോണു. പക്ഷേ അപ്പോൾ ഈ ജില്ലകൾ വിഭജിക്കുമ്പോൾ സംഭവത്തെ കാര്യമോ, ജില്ലകൾ വിഭജിക്കുന്നതിന് നമുക്കൊരു വലിയ ഒരു നയപരമായ പ്രശ്നമൊന്നുമില്ല, അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുകയും ചെയ്യുന്നു. റെയിൽവേ പോലെ ഇന്ത്യയുടെ മുഴുവൻ ഭാഗമായിരിക്കുന്ന സാധനം വിഭജിക്കുമ്പോൾ നമുക്ക് ഈ തരത്തിലുള്ള ചർച്ചകളും രൂപപ്പെടുന്നു. ഓക്കെ, അതും അതവിടെ നിൽക്കട്ടെ, അതും മറ്റൊരു ഭാഗമാണ്. പക്ഷേ ഈ കേരളം തന്നെ വിഭജിക്കണം എന്നുള്ള ആവശ്യങ്ങൾ പല കോണുകളിൽ നിന്നുണ്ടാകുമ്പോൾ ഈ തരത്തിൽ ജില്ലാ വിഭജനം ജനസംഖ്യയുടെയും വികസനത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞ് ജില്ലാ വിഭജനം നടത്തുമ്പോൾ ഇത് ഭാവിയിലെ ഒരു കേരള വിഭജനത്തിലേക്ക് എത്തിച്ചേർക്കുമോ, അതിനുള്ള വഴിയാണോ? അതല്ല ഈ മൂവാറ്റുപുഴ ജില്ല, മലപ്പുറം ജില്ല വിഭജിച്ച് രണ്ടാക്കണം, തിരൂർ കേന്ദ്രമാക്കി മലപ്പുറം ജില്ലയെ രണ്ടാക്കണം എന്ന് പറയുന്ന ആവശ്യത്തെ ചെറുക്കുവാൻ വേണ്ടിയോ തടുക്കുവാൻ വേണ്ടിയോ തടസ്സപ്പെടുത്തുവാൻ വേണ്ടിയാണോ ഈ മൂവാറ്റുപുഴ ജില്ല എന്ന് പറഞ്ഞൊരു പുതിയ ആശയം ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ആവശ്യം ഉണ്ടായിരിക്കുന്നത്? അതിനെ സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ അനുകൂലിച്ചിരിക്കുന്നത് ഒക്കെ നമുക്ക് കണ്ടിരുന്നു. കാര്യം ഇതൊക്കെ രാഷ്ട്രീയം ഇതിൻ്റെ പിന്നിൽ ഉണ്ടെന്നുള്ളതാണ്.
താല്പര്യം അടിസ്ഥാനപരമായിട്ട് സംസ്ഥാനത്തിൻ്റെ വികസനവും സംസ്ഥാനത്തിൻ്റെ നേട്ടവും ഒന്നുമല്ല. അതിൻ്റെയൊക്കെ പിന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ പോലെയുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ ഇനി പിന്നിലുണ്ടെങ്കിൽ അത് അപകടകരമായ ഒരു കാര്യമാണ്. ഇപ്പോൾ സമസ്ത പോലെയുള്ള ഇസ്ലാമിക പണ്ഡിതന്മാരുടെ സഭ അവർ മലബാറിൻ്റെ വികസനം രക്ഷപ്പെടണമെങ്കിൽ മലബാറിൻ്റെ വികസനം നന്നാവണമെങ്കിൽ കേരളം രണ്ടാവണം എന്ന ആശയം ഉന്നയിക്കുന്നുണ്ട്. അവർ പോലും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ആരെങ്കിലും ആവശ്യം ഉന്നയിച്ചാൽ ആ ആവശ്യത്തെ നമുക്ക് തട്ടിക്കളയാനാവില്ല, അത് മോശമായി പോയി എന്ന് പറയാനാവില്ല, പിന്തുണയ്ക്കാതിരിക്കാനാവില്ല എന്നുള്ള തരത്തിൽ അവരുടെ സംസാരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പ്രമുഖ പാർട്ടികൾ പ്രത്യക്ഷത്തിനെതിരാണ്. പക്ഷേ രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ തരത്തിലുള്ള വിഭജന ആശയങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്ന സംവിധാനം ഉണ്ടാവുകയാണെങ്കിൽ അത് അപകടകരമാണ്. ഇപ്പോൾ വികസനം ആണ് വേണ്ടതെങ്കിൽ അത് നമുക്ക് ഭൂവിസ്തൃതി കൂട്ടാനാവില്ല. പിന്നെ വിഭജിക്കുന്നത് ജനസംഖ്യാടിസ്ഥാനത്തിലാണെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്നത് ജനസംഖ്യാ നിയന്ത്രണമാണ്. അതിനൊക്കെ എത്രമാത്രം സാധ്യതയുണ്ടെന്നും അതൊക്കെ എത്രമാത്രം സ്വീകാര്യമാകുമെന്നും എത്രമാത്രം അത് എല്ലാ ആൾക്കാരും അംഗീകരിക്കും എന്നുള്ള കാര്യമൊക്കെ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. മറ്റൊന്നുള്ളത് വിഭജിച്ചിട്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ്. വിഭജിക്കുന്നതോടുകൂടി വികസനം ഉണ്ടാകുമെങ്കിൽ നമ്മൾ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കൊക്കെ വേണ്ടിയൊക്കെ ലക്ഷ്യമിട്ടിട്ടുണ്ടാക്കിയ ഈ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ നമ്മുടെ വികസനം എവിടെ എത്തിയിരിക്കുന്നു, ഏത് തരത്തിലാണ് വികസിച്ചിരിക്കുന്നത് കണ്ടറിയണം. കേരളത്തിൽ അതിനപ്പുറത്തേക്ക് പിന്നെയും വികസനം ശക്തമാക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ ജനകീയ ആസൂത്രണ പദ്ധതി, അതിൻ്റെയൊക്കെ വിജയം എത്രമാത്രമാണെന്നുള്ളത് നമ്മൾ ഫണ്ട് ചെലവഴിക്കുന്നതിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്. ഫണ്ട് ചെലവഴിക്കുന്ന കാര്യമോ അല്ലെങ്കിൽ നേരത്തെ അങ്ങനെയല്ല, നേരത്തെ അനുവദിച്ചിരുന്ന ഫണ്ട് പലതും വിനിയോഗിക്കാതെ പോയിരുന്നു. ഈ വിനിയോഗിക്കുന്ന ഫണ്ട് ഏത് തരത്തിൽ വിനിയോഗിക്കപ്പെടുന്നു എന്നുള്ള കാര്യം, ഗുണപരമാണോ, അതിൻ്റെ ഫലം ജനങ്ങൾക്കുണ്ടാകുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ബസ് സ്റ്റേഷൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്. പല സ്ഥലങ്ങളിലും ലക്ഷങ്ങൾ മുടക്കിയിട്ട് 10-14 ലക്ഷമൊക്കെ രൂപ മുടക്കിയിട്ടാണ് ഈ ബസ് സ്റ്റേഷനുകൾ പണിയുന്നത്. കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഉണ്ടാകുന്നതിന് പകരം ശരിക്കും ഉണ്ടാകേണ്ടത് സമയത്ത് ബസ് ഓടുക എന്നുള്ളതാണ്. അതാണല്ലോ വികസനം. സമയത്ത് ബസ് ഓടിയാൽ കാത്തിരിക്കേണ്ട ആവശ്യം വരുന്നില്ല. ബെഞ്ച് പോലും ആവശ്യമില്ല, കാത്തിരിക്കേണ്ട ആവശ്യമില്ലാതെ ബെഞ്ച് പോലും ആവശ്യമില്ലാതെ ആളുകൾക്ക് വണ്ടി കയറി പോകാവുന്ന സംവിധാനത്തിന് പകരം നമ്മളിപ്പോൾ ആധുനിക സംവിധാനമുള്ള ടെലിവിഷനും റേഡിയോയും ഒക്കെയുള്ള സംവിധാനങ്ങളുള്ള ബസ് സ്റ്റേഷനുകൾ ഉണ്ടാക്കുന്നതാണ്. ബസ് സ്റ്റേഷനല്ല, ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ വികസനത്തിൻ്റെ കൺസെപ്റ്റ്. വികസനത്തിൻ്റെ അടിസ്ഥാന സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അത് ജില്ല വിഭജിച്ചിട്ടാണോ വേണ്ടത്, സംസ്ഥാനം വിഭജിച്ചിട്ടാണോ വേണ്ടത് എന്നുള്ളത് കണ്ടറിയണം. അത് ഇപ്പോൾ ഈ മൂവാറ്റുപുഴ ജില്ല എന്ന ആവശ്യമുണ്ടായ ആ വേദിയിൽ പുതിയ ഡീലിമിറ്റേഷൻ കമ്മീഷനെ ഉണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച സമയത്ത് അത് ഏത് തരത്തിലുള്ള അടിസ്ഥാനത്തിലായിരിക്കാം ആ വിഭജനം ഉണ്ടാകാൻ പോകുന്നത്, വികസനം ഉണ്ടാകാൻ പോകുന്നതെന്ന് കാത്തിരിക്കേണ്ടതാണ്. അത് ചില ആവശ്യങ്ങൾക്ക് എന്നേക്കുമായി തടയിടാൻ വേണ്ടിയാണോ, അത് ചില ആവശ്യങ്ങൾ വളരെ വേഗം നടപ്പിലാക്കുവാൻ വേണ്ടിയാണോ എന്ന് കണ്ടറിയണം. രണ്ടായാലും നേരത്തെ ആദ്യം പറഞ്ഞതുപോലെയാണ്, കണ്ടറിയേണ്ടത് തന്നെയാണ്. പക്ഷേ അത് ഗുണപരമല്ലെങ്കിൽ ഇതൊന്നും റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്നുള്ള കാര്യം കൂടി ആലോചിച്ചിട്ട് വേണം ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ തോന്നുന്നു. വീണ്ടും കാണാം. നമസ്കാരം.